നമ്മുടെ അനീഷിന്റെ അടുത്തുണ്ടല്ലോ, ചോക്ലേറ്റ് ചോദിക്കേണ്ട ഒരു ഗതികേട് പോലും ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു യാഥാർത്ഥ്യം. ആ അനീഷിനെയാണ് ഇത്രയും ഇവരിട്ട് വട്ട് കളിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എല്ലാവരും മിക്കവാറും ഇന്ന് നല്ല രീതിയിൽ തന്നെ ഖേദിക്കുന്നുണ്ടാവും അനീഷിനെ ഇത്രയിട്ട് വട്ട് കളിപ്പിച്ചത് ഓർത്തിട്ട്. 3 ബാറുകളും ഉണ്ടല്ലോ അനീഷ് കൃത്യമായി ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു പ്ലേറ്റിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഓടി നടന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇത് ഞാൻ ലൈവിൽ കണ്ട ഒരു കാഴ്ചയാണ്. ക്വാളിറ്റി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ആദ്യം തന്നെ അനീഷ് കൊടുക്കുന്നത് നമ്മുടെ അക്ബറിനും ആര്യനുമാണ്. ഇത് തുറക്കുന്നത് കാണുമ്പോൾ തന്നെ ആര്യനും അക്ബറും വരുന്നുണ്ട്. വലിയ എതിരാളികളായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടീമുകളാണെന്ന് ഓർത്തോണം. ഇവർക്ക് ആദ്യമേ കൊടുത്തു വിടുന്നുണ്ട്. അനീഷ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പീസുകൾ എത്ര പേർക്കെന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി, ജിഷിൻ എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജിഷിന്റെ അടുത്തൊക്കെ ഇന്നലെ വമ്പൻ ഫൈറ്റ് ആയതാണ്. ജിഷിന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലയുടെയും നൂറയുടെയും അടുത്തേക്ക് പോകുന്നുണ്ട്. ആദിലെ ആദ്യം എനിക്ക് വേണ്ട ചേട്ടാ, തരാൻ മനസ്സ് കാണിച്ചല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ജാട ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഷാനവാസ് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അത് അതിലെ വാങ്ങിക്കുന്നുണ്ട്. അതിലയുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഷാനവാസ് പോയി ചോദിച്ചു വാങ്ങിച്ച് തരണമെന്നുള്ളതായിരുന്നു. പക്ഷെ അനീഷ് ഇത് കൊടുക്കുമ്പോൾ അതിലത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അനിമോള് എല്ലാവർക്കും അനീഷ് ഈ ഒരു ചോക്ലേറ്റ് 3 ബാറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊരു ക്വാളിറ്റിയാണ്, ഒരു മനുഷ്യന് വേണ്ട ഒരു മിനിമം ഒരു ക്വാളിറ്റിയാണ് ഇതൊക്കെ. ആ അനീഷിനെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിച്ച് ഇവർ കുറെ വലിപ്പിച്ചെന്നുണ്ടെങ്കിലും അവസാനം ഈ ഒരു 3 ചോക്ലേറ്റുകളുടെയും വിവാദം ഇവിടെ തീരുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.